എവരിവൺ, ഗുഡ് മോർണിംഗ്. അപ്പൊ ഇന്ന് ഞങ്ങൾക്ക് ഓഫീസിൽ ഓണാഘോഷാട്ടോ. അപ്പൊ കൊച്ചുറാണി അലോഷിയും പാച്ചും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ കാപ്പുടിയൊക്കെ കഴിഞ്ഞിട്ട് ഓഫീസിലേക്ക് പോകും. ഇന്ന് ഓണസദ്യ ഞങ്ങൾ കഴിക്കുന്നുണ്ട്. വലിയ കാര്യമായിട്ടുള്ള കാപ്പുടി കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇന്നലെ ഉണ്ടാക്കിയ ചിക്കൻ കറിയുണ്ട്, അതും കഴിക്കും. ബ്രെഡും ഉണ്ട്. പിന്നെ ഇന്നലെ പൊറോട്ട മേടിച്ചായിരുന്നു, അതിൻ്റെ 1-2 ഇരിപ്പുണ്ട്. അതും കൂടെ ചൂടാക്കി കഴിച്ചിട്ട് ഞങ്ങൾ പോകും. ഒരു 10:30 ആകുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഓഫീസിൽ എത്തണം. അപ്പൊ ഇപ്പൊ തന്നെ സമയം 8:30 ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് റെഡിയായിട്ട് ഇറങ്ങേണ്ട ഒരു സമയം എടുക്കും കേട്ടോ. ഇനി അത് അത്ര കട്ടിയിലിട്ടാ ഭയങ്കര ഇതാടി. ഇനിയിപ്പോ എന്താ ചെയ്യാ? കട്ടി കൂടി പോയിട്ടാതെ ഇനി അല്ലാതെ ഞാനിനി കളയാൻ പറ്റില്ലല്ലോ. അത് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ഉണക്ക്. ഇവിടെ അടുത്താട്ടോ ഓഫീസ്, വലിയ ദൂരമൊന്നുമില്ല. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സാരിയൊക്കെ കൊടുത്ത് അവിടെ എത്തുന്നതാട്ടോ ഏറ്റവും വലിയ പ്രശ്നം. സാരിയൊക്കെ കൊടുത്ത് എല്ലാവരെയും റെഡിയാക്കി ഇറക്കണം. കൊച്ചിന് ഫുഡ് കൊടുക്കണം. ഫുഡൊക്കെ കൊടുത്ത് പോയില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേനും അവൻ്റെ മൂടങ്ങ് മാറി അവൻ കരയാൻ തുടങ്ങുവേ. അപ്പോൾ അവൻ എപ്പോഴാണ് ചിലപ്പോൾ എല്ലാവരെയും കൂടെ കാണുമ്പോഴത്തേക്കും അവന് കരച്ചിൽ തുടങ്ങും. അപ്പോൾ അവനെയൊക്കെ റെഡിയാക്കി അവൻ്റെ ഫുഡൊക്കെ കൊടുത്ത് പ്രോപ്പറായിട്ട് കൊണ്ടുപോയില്ലെങ്കിൽ കുഴപ്പമാണ്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു തിരക്കുകൾ മാത്രമേ ഇപ്പം ശരിക്കും നിലവിലുള്ളൂ. അപ്പോൾ ഓരോ സൈഡിൽ നിന്ന് ഓരോരുത്തരായിട്ട് റെഡിയാക്കി എടുക്കണം. പൊറോട്ട ഒന്ന് ചൂടാക്കി എടുക്കാമെന്ന് വിചാരിച്ചോട്ടെ. രാവിലെ ഒരുപാടില്ല, എല്ലാവർക്കും വേണ്ട പൊറോട്ടയൊന്നും. പിന്നെ ഇതിങ്ങനെ ഇരുന്നാപ്പിലും ആരും കഴിക്കാൻ പോകുന്നില്ലല്ലോ. അപ്പം പിന്നെ അലോഷ ഉണ്ടാവും, കഴിച്ചോളൂ രാവിലെ പൊറോട്ട. പിന്നെ അമ്മൂനും കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഒരു പാക്കറ്റ് ബ്രെഡും ഉണ്ട്, ചിക്കൻ കറി വെച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് വേണം പാച്ചുവിന് എനിക്ക് ഇഡലി പഴവും കൂടെ പുഴുങ്ങി കൊടുക്കാനേ. പാച്ചു ഇഡലിക്കോ ദോശയ്ക്കോ കറിയൊന്നും കഴിക്കില്ല കേട്ടോ. അവന് ഇങ്ങനെ മധുരമുള്ള എന്തെങ്കിലും ഒരു സാധനം ആകുമ്പോൾ കുഴപ്പമില്ല. അപ്പം പിന്നെ പഴം പുഴുങ്ങി കൊടുത്ത് അതിൻ്റെ കൂടെ അതങ്ങ് കഴിച്ചോളും. ഇഡലി പാത്രത്തിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് ആവി ചെയ്തിട്ട് കിട്ടും കേട്ടോ. നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് ചൂടായി കിട്ടുക. നമ്മൾ ഈ എന്താ പറയുക, ഇതില്ല ദോശക്കല്ലയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര കുറച്ചും കൂടെ ഡ്രൈ ആയിട്ട് വരികയാണ് ചെയ്യുന്നത് ചൂടാകുമ്പോഴേ. പിന്നെ ഈ പാത്രം ഉണ്ടല്ലോ, ഇത് ഇൻഡക്ഷൻ കുക്കറിൽ വെച്ച് എനിക്ക് ചൂടാക്കി എടുക്കാൻ പറ്റുക. ഓവനെ വെച്ച് ചൂടാക്കുന്നതിന് കഴിഞ്ഞും ഒന്നും കൂടെ പെട്ടെന്ന് എനിക്ക് ഇൻഡക്ഷൻ കുക്കറിലേക്ക് ഈ പാത്രം വെക്കാൻ പറ്റും. അപ്പം കറിയൊക്കെ ചൂടാക്കാനാണെങ്കിൽ എളുപ്പം. അപ്പം ഞാൻ കൂടുതൽ കറിയൊക്കെ തലയിൽ ബാലൻസ് ഒന്ന് എടുത്ത് വയ്ക്കുന്നത് ഇങ്ങനത്തെ പാത്രത്തിലാട്ടോ. ഒന്ന് സൂക്ഷിക്കണം, ഇല്ലെങ്കിൽ തീ കൂടിപ്പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ പിടിക്കാനും സാധ്യതയുണ്ട്. കറിക്ക് കുറച്ച് ഗ്രേവി കുറവുണ്ട്. അപ്പോൾ പൊറോട്ടയ്ക്ക് കുറച്ച് ഗ്രേവി ഇല്ലേ കൊള്ളത്തില്ല. മോൻ്റെ കാപ്പി എന്നാ പിടിച്ചോട്ടോ. നമ്മ അലോഷിപ്പിലൂടെ പൊറോട്ട കഴിക്കണേ കേട്ടോ. ഇപ്പൊ ചൂടാക്കി കൊണ്ടുവരാവേ. ഈ പാച്ചു എന്തിനാ കറിയുന്നേ? ആണോ? അപ്പൊ ഞാൻ അലോഷിക്ക് പൊറോട്ട വെച്ചു. എല്ലാരും കഴിച്ചോ? ഞാൻ പാച്ചുവിന്റെ ഇഡലി ഇപ്പൊ 5 മിനിറ്റ് എന്തൊക്കെയാണ് പെട്ടെന്നാണ്. കറി കൊടുത്ത് വെക്കട്ടെ, അത് വെക്കട്ടെ. ഇത് ചെറുതാണല്ലോ. കുഴപ്പമില്ല, അത് മറ്റേതും പഴുത്തിട്ടില്ല. പക്ഷെ ഇത് 2 ഇഡലിക്ക് തികയോ? പിന്നെ ചെറുതാ കൊടുത്തോളാം. നിങ്ങൾ ചെറുതായും കൊടുക്കുന്നതിന് മുമ്പ് 2 ഇഡലി മതിയോ? മതി. ആ 2 ഇഡലി തന്നെ അവൻ കഴിക്കത്തില്ല. ഇത് പെട്ടെന്നാകും, ചെറിയ പഴമല്ലേ. കത്താനെടുത്ത് കൊടുക്കേ. ഇന്ന് ഭയങ്കര കരച്ചില്ല രാവിലെ തന്നെ. എന്ത് പറ്റി? എവിടെയും പോണെന്നുണ്ടെങ്കിൽ ഇച്ചിരി നേരത്തെ എഴുന്നേൽപ്പിക്കണമായിരുന്നു കൊച്ചിനെ. അവൻ എണീറ്റു നേരത്തെ തന്നെ. ഞാൻ എഴുന്നേറ്റു. അപ്പൊ അവന് കുറച്ചു നേരം എഴുന്നേറ്റ് കഴിഞ്ഞ ഇച്ചിരി അവൻ്റെതായിട്ടുള്ളൊരു പ്രൈവസി കൊടുത്തതാ ഞാൻ. പ്രൈവസി കൊടുക്കാൻ പറ്റിയ പ്രായം.
നേരെ മുറിക്കിട്ട് വാടത്തിലാണ് പോയി കഴിക്കേ സൂക്ഷിച്ചു പോ പാനെ അതെ ആ തല അവിടെ ഉടങ്ങി നിൽക്കും. ഇല്ല അപ്പോഴേക്ക് നോലോടിക്കാൻ ഒരു പ്രാണം. എനിക്ക് അപ്പോഴും വളമ്പി ഏൽപ്പിക്കലാണ് നിന്റെ പണി. അതാ ചിരിക്കണേ ഇങ്ങനെ താഴെ ഇറങ്ങടാ. ഉണ്ടായപ്പോ അന്ന് മുതൽ അങ്ങനെയാ. എപ്പോഴെങ്കിലും ആസ്ഥാനത്ത് കയറി കരയും, എന്നിട്ട് എന്നെ വഴക്കും പറയും. അമ്മു ഓടി ഓടിയാ ഞാൻ തന്നത് എന്റെ അമ്മൂനാണ് ഇവിടെ തുണി മാറി ഒരുങ്ങാൻ ഒരുപാട് സമയം വേണ്ട. ഇവിടെ ഒരുങ്ങിയാലും തീരത്തില്ല. ബാ ഓടി വാ പ്ലീസ്. വായു അമ്മയ്ക്ക് സാരി കൊടുക്കാനുണ്ട്, അതുകൊണ്ടാ. അമ്മയ്ക്ക് കൂടുതൽ ആയതുകൊണ്ട് പേടിച്ചിട്ടാണ്. അമ്മു വാ. എന്തിനാണ് ഈ മേടിക്കാതിരിക്കുന്നത്? കഴിഞ്ഞിട്ട് വരെ അത് കറക്റ്റ്. എന്റെ മനസ്സിലൊരു ഹെയർ സ്റ്റൈൽ ഉണ്ട്, പക്ഷെ നമ്മുടെ മുടിക്ക് പറ്റില്ല. വേണോ അമ്മ? ഹെയർ സ്റ്റൈൽ മാത്രം പറയരുത്, വേറെ എന്തും സഹിക്കാം. ഈസി അമ്മ. ഇങ്ങനെ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് തലയിൽ ഒരു ഹെയർ സ്റ്റൈൽ അടിച്ചു കളഞ്ഞാലോന്ന് ആയിരിക്കും. ഇൻസ്റ്റാഗ്രാമിൽ അമ്മ നിന്റെ കാപ്പി എന്തി? എന്റെ കാപ്പി തന്നെയാണോ? ചിക്കൻ അവന് ഓൾറെഡി ഗ്യാസ് ആട്ടോ മരുന്ന്. കൊച്ചിനാണ് ഈ കൂടെ തന്നെ കൊച്ചിനും കൂടെ ഫുഡ് കൊടുക്കേ. അവിടെ ഇരുത്തി തന്നെ കൊടുത്തോ. നീ കഴിച്ചോ? ഇത് കുളിപ്പിക്കുന്നുണ്ടോ ഇപ്പൊ? ആണോ? തലയിൽ ഫുള്ളും ചോറ. തലയിലാണ് ചോറ്. തലച്ചോറെന്ന് പറഞ്ഞു. നമ്മന് പൊറോട്ട കൊടുക്ക്. അങ്ങനെ അമ്മ റെഡി ആയിട്ടുണ്ട്. ഞങ്ങളും കൂടെ റെഡി ആവാനുണ്ട്. അമ്മൂന്റെ ഈ ബ്ലൗസ് ഉണ്ടല്ലോ, വേറൊരു തിരിഞ്ഞമ്മു വേറൊരു ലഹങ്കയല്ലേ അതിന്റെ ബ്ലൗസ് ആട്ടോ. അപ്പൊ ഞങ്ങൾ അതിന്റെ ഇപ്രാവശ്യം വേറൊരു സ്കേർട്ട് എടുത്തു. ഇതിന്റെ സ്കേർട്ട് ശരിക്കും ഈ ഒരു പീച്ചല്ല, ഇതെന്ത് കളറായിരുന്നു? അങ്ങനത്തെ ഒരു കളറായിരുന്നു. ഇപ്പൊ നമ്മൾ വെറുതെ ഇങ്ങനത്തെ ഒരു ഓഫ് വൈറ്റ് ഒരു പാവാട എടുത്തു. ഭംഗിയുണ്ടല്ലേ? ഇങ്ങനെ വിടർത്തിക്കും. ഹെയർ സ്റ്റൈൽ ഇതുവരെ ചെയ്തില്ലേ? വേഗം ആട്ടെ. ഈ സൈഡ് ഇതുവരെ ചെയ്യാനാണോ? ഇത് കൊള്ളാം, വേഗം ചെയ്യും. ബാക്കി ഇനി അത് അഴിക്കരുതേ. ഇതാണ് കേട്ടോ ഞാൻ ഉടുക്കുന്ന സാരി. ഇത് ബ്ലൗസ്, ഇത് സാരി. തയ്ച്ചു കഴിഞ്ഞോ? ഞാനൊന്നും തയ്ക്കട്ടെ. പാച്ചിനെ പിടിക്കുന്ന കുറച്ചുകൂടി ക്യൂട്ടാവും. ഞാൻ ഒറ്റയ്ക്ക് വെക്കോളാം. ഇങ്ങനെ
ഫോട്ടോയിലേക്കും ഭംഗിയുണ്ട് ഈ സാരി കേട്ടോ. ഞാനേ ഉടുത്തതില്ലേ എന്തോ വയറും ഇവിടെ പക്ഷെ ഒതുക്കുണ്ടടി. ഇതിപ്പോ എവിടെയാ? എന്റെ കയ്യിൽ എപ്പോഴും ഉണ്ട് ഒരു ചാക്കും കെട്ട്. അമ്മു പിണങ്ങി മാറിയിരിക്കുക. അമ്മൂനെ അമ്മു എന്തി? കുശുമ്പൊട്ടുമില്ല. അമ്മു മോൻ കാണിക്ക കാണുന്നില്ലെന്നേ. ആ അവിടെ ഇരുന്ന കാണൂല. ഈ മാല നല്ല കഴിച്ചടാ. അല്ലാണോ? ഞാൻ അമ്മയെ കൊണ്ട് ഇടിപ്പിച്ചത്. സിമ്പിളാ, ഇത് മതി. ഹെവി ആക്കണ്ടേ സാരിക്ക്. ആ അത് ഞാൻ പറഞ്ഞു. എത്ര അക്ഷരമുണ്ട്? ഒറ്റ അക്ഷരം. അമ്മ ഇങ്ങോട്ട് നിൽക്ക്. കാവ്യ ചേച്ചി ആ, മുടി. രോഗിയല്ല. പുതിയ പ്രേതപടം. പ്രേതപടമാണ്. മലയാളമാണ്. പുതിയ മലയാളം പുതിയത്. വലിയ നടന്മാരില്ല. ഒരു 2025-26 അതിലും പുതിയ. ഇപ്പൊ latest. ഈ അടുത്ത മാസങ്ങളിലൊക്കെ ആയിട്ട് അങ്ങനെ ഇറങ്ങിയതല്ലേ? അടുത്ത മാസം. ആ. ഇപ്പൊ ഇത് release. അല്ല ആരാണെന്നൊക്കെ അറിയാൻ പാടില്ല. ആരും അറിയില്ല. ഇതൊരു പോസിറ്റീവ്. ഞാൻ പറഞ്ഞുകൊടുത്തപ്പോഴാണ്. ആ, okay, okay. ഗണപതി. ഇത് പടത്തിന്റെ ഒരു ആളുടെ പേരാ. റൂമിന്റെ അകത്ത് നടക്കുന്ന ഒരൊറ്റ ഇത് പടത്തിന്റെ കഥയാണ് പറയുന്നത്. ഓക്കെ, ഒരു മൂവി. ആൾക്കാർക്ക് അറിയാൻ വഴിയില്ലാത്തൊരു പടമായിരുന്നു. പടമൊന്നുമല്ല. മഹാരാജ സോസിലെ അക്ക്. ടേബിൾ കേട്ടോ. എത്ര വാക്ക്? ഒരു മാസ്ക് കൊടുത്തോ. രണ്ട് വാക്ക്. പറയാൻ പോകുന്നു. ഓ അങ്ങനെ. ലാലേട്ടനോ? ആ ഇനി ആവാം. കുറച്ച് പറഞ്ഞു കൊടുക്കാം. ആ തട്ടി തട്ടി ഇനി കുത്തിക്കാം. കുത്തുക ഈ കുത്ത്. കുത്ത്. ആ കുത്തിക്കോ. കുത്തി. ആ, കുത്ത്. ആ കുത്ത്. ആ ഓക്കെ ആ ഉരുടാ. ഓ ആദ്യം കറക്റ്റ് ആയിരുന്നു. നീ അടുത്തോണ്ട് വെച്ചായിരുന്നു. വരൂ അമ്മോ കുട്ടി വരൂ. വരൂ. ചെല്ലു ചെല്ലു. ഓക്കേ, ഈ വന്നിട്ട് പ്രാക്ടീസ് ചെയ്തു. അവിടെ കുത്തണം, ഇവിടെ കുത്തണം. ആ ഓക്കെ. കരളേ നീ കൈ പിടിച്ച. ആ ആ ആ ആ കിട്ടി. അവിടെ തന്നെ കുത്തിക്കാം. ഇനി അവിടെ എടുക്കാൻ പറ്റില്ല. ഇതിനടുത്ത് കുത്തിക്കോ. റൈറ്റ്. ആ ഇനി കുത്തിക്കാം. തീർന്നു. ലാസ്റ്റ് ചാൻസ്. ആ കുത്തിക്കാം. മാർക്ക് ആന്റണി. തൊട്ടിട്ട് കൊണ്ടുപോകണം. നിന്റെ കാര്യങ്ങളുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ കാണാം. ഇതിന് കുത്ത കുത്ത ഓക്കെ. ഇത് തന്നെയല്ലേ? കൊറേ